സർ, അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം എയർപോർട്ട് അത് തങ്ങൾക്ക് വേണമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അഫ്ഗാനിസ്ഥാൻ അതിനോട് യോജിക്കുമെന്ന് തോന്നില്ല. എന്തായിരിക്കും അവരുടെ ഒരു നിലപാട്? ഇത് ബാഗ്രാം എയർപോർട്ട് എന്നാണല്ലോ സുനിജി പറഞ്ഞത്. അതെ അതെ, ഇതൊരു സാധാരണ എയർപോർട്ടല്ല. അത് ശരിക്കും ഒരു ടൗൺഷിപ്പ് പോലെ ഉള്ളൊരു സംഭവമാണത്. ബാഗ്രാം എന്ന് പറഞ്ഞത് വ്യോമത്താവളം. അപ്പോൾ അമേരിക്ക ഈ സത്യത്തിൽ ആ വ്യോമത്താവളം ഉണ്ടാക്കിയത് സോവിയറ്റ് യൂണിയനാണ്. പഴയ സോവിയറ്റ് കാലത്ത് 1950s ഉണ്ടാക്കിയ വ്യോമത്താവളം ആണ്. അന്നതൊരു വിമാനങ്ങൾ ഇറങ്ങുന്നൊരു സംഭവമാണെങ്കിലും പിന്നീട് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ പട്ടാളക്കാർക്ക് താമസിക്കാനും അവർക്ക് അവരുടേതായ വിനോദോപാധികൾ ഒക്കെ ചേർത്തിട്ട് ഇതൊരു 60 കിലോമീറ്റർ അല്ലേ, അങ്ങനെ വലിയ വിപുലമായ ഒരു നഗരം പോലെ ഡെവലപ്പ് ചെയ്ത സ്ഥലമാണ് ഈ ബാഗ്രാം. അവിടെ ഒരു വിമാനത്താവളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതേസമയം അതൊരു വലിയ നഗരം പോലെ അവർ വളർത്തിയെടുക്കുകയും ചെയ്തു. എന്നിട്ട് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് തിരിച്ചു വേണം, ഇത് ഞങ്ങൾക്ക് തിരിച്ചു വേണം, തിരിച്ചു തന്നില്ലെങ്കിൽ ഞങ്ങൾ ചുട്ടുകളയും എന്ന് ട്രംപ് പറഞ്ഞു. അപ്പോൾ പ്രതികരിക്കേണ്ടത് അഫ്ഗാനിസ്ഥാൻ്റെ ബാധ്യതയാണല്ലോ. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ താലിബാൻ്റെ വക്താവ് സബീഹുള്ള മുജാഹിദ് ട്രംപിൻ്റെ ആവശ്യം തള്ളിക്കളഞ്ഞു. ഞങ്ങൾ ഇത് തരുന്ന പ്രശ്നമേ ഇല്ല എന്ന് അഫ്ഗാനിസ്ഥാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സബീഹുള്ള മുജാഹിദ് അത് തള്ളി. അഫ്ഗാനിസ്ഥാൻ വക്താവ് 2021 അമേരിക്കൻ സേന അഫ്ഗാനിസ്ഥാൻ വിട്ടത്. അപ്പോൾ 4 വർഷത്തിന് ശേഷം ആണ്. അന്ന് വിടുമ്പോൾ ഒരുപാട് ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. ബൈഡൻ ആണല്ലോ മറ്റേ പിൻവലിഞ്ഞു പോകാനുള്ള പട്ടാളത്തിനെ വിത്ത്ഡ്രോ ചെയ്യുന്നത്. അതെ, അത് തെറ്റായ തീരുമാനമാണെന്നുള്ളൊരു തോന്നൽ ട്രംപിനുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഈ കഴിഞ്ഞ ശനിയാഴ്ച ആണ് അമേരിക്ക പറഞ്ഞത്, അഫ്ഗാനിസ്ഥാനുമായിട്ട് ഞങ്ങളിതുടനെ ചർച്ച ചെയ്യും, തന്നില്ലെങ്കിൽ ഞങ്ങൾ പുകച്ചു കളയും എന്ന് ട്രംപ് പറഞ്ഞത്. ഞങ്ങൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് ചർച്ച നടത്തും എന്ന്. അപ്പോൾ അമേരിക്കയ്ക്ക് യുക്തി ഉണ്ടാകണം, പറയുന്ന കാര്യങ്ങളിൽ തിരിച്ചറിവ് ഉണ്ടാകണം എന്ന് അഫ്ഗാനിസ്ഥാൻ ആവശ്യപ്പെട്ടു. ഒരു സ്ഥലത്തുള്ള ഒരു രാജ്യത്തുള്ള അവരുടെ വിമാനത്താവളമല്ലേ ഇത്, വിമാനത്താവളവും ചേർന്നുള്ള നഗരവും. അതെ, അതാവശ്യപ്പെടണം. ഈ ഗ്രീൻലാൻഡൊക്കെ ആവശ്യപ്പെട്ട പോലെ വെറുതെ ആവശ്യപ്പെടുകയാണ്. മുമ്പ് ഈ ജയിലിൽ ഓരോ സ്ഥലമൊക്കെ പോയിട്ടേ നാളെ ഇത് രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞല്ലേ. അതെ, എന്ന് പറഞ്ഞതുപോലെ ഗംഗയമരൻ്റെയോ മറ്റോ സ്ഥലവും അതും ഇന്ന് തന്നേക്കുന്നോ പറഞ്ഞായിട്ടൊക്കെ കഥയില്ലേ എന്ന് പറഞ്ഞ പോലെ ഇങ്ങേര് പോയി ഓരോ സ്ഥലത്ത് അല്ലേ, ഖത്തറിൽ പോയിട്ട് വിമാനം കാണുന്നു, ആ വിമാനം എന്നാ പിന്നെ കൊടുത്തേക്കാം. അവിടെ ഒരു ഗോൾഫ് കോഴ്സ് ഇങ്ങനെ പോകുന്നിടത്തൊക്കെ, വിയറ്റ്നാമിലെ ഗോൾഫ് കോഴ്സ്. അപ്പോൾ ഇത് ട്രംപ് പറഞ്ഞത് ഇപ്പൊ ബ്രിട്ടനിൽ പോയിരുന്നല്ലോ സന്ദർശനം. ആ ബ്രിട്ടന്റെ സന്ദർശനത്തിന്റെ ഇടയ്ക്കാണ് ഈ ബാഗ്രാം, അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം വ്യോമത്താവളം തിരിച്ചു വേണം എന്ന് പറഞ്ഞത്. അപ്പോൾ താലിബാൻ US-ന്റെ അങ്ങോട്ടുള്ള തിരിച്ചുപോക്ക് സമ്മതിച്ചേക്കാം എന്നും മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറഞ്ഞു. അപ്പോൾ 2024 താലിബാൻ്റെ ഒരു പട്ടാള പരേഡ് നടന്നിരുന്നു ഈ ബാഗ്രാമിൽ. അമേരിക്ക ഉപേക്ഷിച്ച ആയുധങ്ങളെല്ലാം വെച്ചുകൊണ്ടുള്ളൊരു പരേഡാണ്, അത് പ്രദർശിപ്പിച്ചുകൊണ്ടുള്ളൊരു പരേഡാണ് അവർ നടത്തിയത്. ബൈഡൻ 2021 പിന്മാറിയത് ശരിയായില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ട്രംപിൻ്റെ ഈ ബന്ദികളുടെ കാര്യങ്ങൾക്കുള്ള ഒരു എൻവോയ് പ്രതിനിധിയുണ്ട്. ആ പ്രതിനിധി ആഡം ബോളറിനെ അടുത്തിടെ കണ്ടിരുന്നു. അതായത് ഈ ഹോസ്റ്റേജ് ക്രൈസിസ് ഒക്കെ വരുമ്പോൾ ഹോസ്റ്റേജുകളെയൊക്കെ ബന്ദികളെയൊക്കെ വിടിപ്പിക്കാനുള്ള ചുമതലയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പ്രതിനിധിയാണ് ട്രംപിൻ്റെ ഈ ആദം ബോളർ എന്ന് പറഞ്ഞ ആള്. ഈ ആദം ബോളറുമായിട്ട് അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി അടുത്ത കാലത്ത് കണ്ടിരുന്നു. അപ്പോൾ ഈ പ്രശ്നം അവർ തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ്
കരുതുന്നത്. അപ്പോഴും അഫ്ഗാനിസ്ഥാൻ്റെ നിലപാട് മാറിയിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അമേരിക്കയുടെ ഒരു ബന്ദി താലിബാനിൻ്റെ കയ്യിലുണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ. അതുകൊണ്ടാണ് ആ ചർച്ചയൊക്കെ നടന്നത്, അതല്ലാതെ വേറെ കാര്യങ്ങൾക്കല്ല. 2 കൊല്ലത്തിന് ശേഷം ഈ കഴിഞ്ഞ മാർച്ചിൽ ആ അമേരിക്ക ബന്ദിയെ അഫ്ഗാനിസ്ഥാൻ വിട്ടു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കണം അവർ ചർച്ച ചെയ്തത്. 1950കളിൽ സോവിയറ്റ് യൂണിയൻ പണിതതാണ് ബാഗ്രാം വ്യോമത്താവളം അഫ്ഗാനിസ്ഥാനിൽ. ട്രംപ് പറയുന്നത് ഞങ്ങൾ പണിതാണെന്നാണ്. അമേരിക്കയാണ്. ട്രംപ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവകാശപ്പെടുമല്ലോ. അപ്പോൾ ഈ കാബൂളിന് 60 കിലോമീറ്റർ വടക്കാണ് ഈ ബാഗ്രാം. അതായത് കാബൂൾ തലസ്ഥാനത്ത് നിന്ന് പിന്നെയും 60 കിലോമീറ്റർ വടക്കോട്ട് പോകണം. അപ്പോൾ 9/11 ഇല്ലേ, അമേരിക്കയിൽ നടന്ന ട്വിൻ ടവർ ദുരന്തം, അതിനുശേഷം 2 ദശകം കഴിഞ്ഞു. ചൈന ഈ അഫ്ഗാനിസ്ഥാൻ ബാഗ്രാം വ്യോമത്താവളം അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുന്നതിന് എതിരാണ്. റഷ്യൻ ഈ പിന്തുണയുള്ള മുഹമ്മദ് ദാവൂദ് ഖാൻ അഫ്ഗാനിസ്ഥാൻ ഭരിച്ചിരുന്ന കാലത്താണ് ഈ ബാഗ്രാം വ്യോമത്താവളം പണിതത്. 1979-89 10 കൊല്ലം സോവിയറ്റ് അധിനിവേശ കാലമായിരുന്നു. ഹബീബുള്ളയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മുജാഹിദ്ദീനെതിരെ ബാഗ്രാമിൽ നിന്നാണ് ഈ പോരാട്ടമൊക്കെ നടത്തിയിരുന്നത്. ഈ വ്യോമത്താവളത്തിൽ നിന്നാണ് നടത്തിയിരുന്നത്. നജീബുള്ള വീണ് കഴിഞ്ഞപ്പോൾ പല ചേരികൾ ഈ ബാഗ്രാമിൽ രൂപപ്പെട്ടു. അമേരിക്കയും നാറ്റോ സേനകളും 2001 ഇവിടെ എത്തിയിരുന്നു. അമേരിക്ക പണവും മുടക്കി ഒരു പട്ടാള നഗരമായിട്ട് ഇത് വികസിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മൾ കന്റോൺമെന്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ വികസിപ്പിച്ചു. 2 റൺവേകളുണ്ട് അവിടെ. 3 കിലോമീറ്റർ നീളം ഉള്ളതാണ് ഇത്. ബോംബറുകൾക്കുൾപ്പെടെ ഇറങ്ങാവുന്ന വിധത്തിലാണത് വികസിപ്പിച്ചത് അമേരിക്ക. എല്ലാത്തരം യുദ്ധവിമാനങ്ങൾക്കും ഇറങ്ങാവുന്ന വിധത്തിൽ 3 കിലോമീറ്റർ നീളത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കടകൾ, ജിമ്മുകൾ, ആശുപത്രി തുടങ്ങി എല്ലാം ഈ ബാഗ്രാമിലുണ്ട്. അപ്പോൾ എല്ലാവിധ സൗകര്യമുള്ള ഒരു ടൗൺഷിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന അമേരിക്ക പറയുന്നത് ട്രംപിൻ്റെ ഒരു നിലപാട്, അന്ന് ജോ ബൈഡൻ എടുത്ത നിലപാട് തെറ്റാണ്. കാരണം നമ്മൾ ആ വിമാനത്താവളത്തിലെ ആ എയർബേസ് ഉപേക്ഷിച്ച് പോകാൻ പാടില്ലായിരുന്നു. അന്ന് ഈ ചെയ്തത് തെറ്റാണെങ്കിൽ ഇപ്പോൾ ഇത് തിരുത്താനായിട്ട് ഞാൻ വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാന് പേടിയുണ്ടാവില്ലേ? അതായത് 2021 അമേരിക്കൻ സേന വിട്ടിട്ട് എന്താ ചെയ്തത്? താലിബാനെ ഭരണം ഏൽപ്പിച്ചിട്ടല്ലേ പോയത്? ഏൽപ്പിച്ചല്ല, അവർ ഏറ്റെടുക്കുകയല്ലേ? അതെ, അവർ ഏറ്റെടുത്തു. താലിബാൻ ഇപ്പൊ ഭരണത്തിൽ വന്നു. അന്ന് താലിബാൻ ഭരണം അല്ലല്ലോ, കാരണം അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. ഇപ്പൊ പുതിയ ഭരണം വന്നു, ആളുകൾ വന്നു, അവർക്ക് പല രാജ്യങ്ങളുമായിട്ട് ബന്ധം വന്നു. ചൈനയുമായിട്ട് വലിയ ബന്ധം താലിബാന് വന്നു. നമ്മളുമായിട്ടുള്ള ബന്ധം പതുക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മളൊരു പ്രതിനിധിയൊക്കെ മുംബൈയിൽ അംഗീകരിച്ചിട്ടുണ്ടല്ലോ. അതെ. അപ്പോൾ അങ്ങനെ മറ്റ് രാജ്യങ്ങളൊക്കെ ആയിട്ട് പാകിസ്ഥാനാണെങ്കിൽ TTPയുടെ കാര്യത്തിൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് പ്രശ്നമുണ്ട്. ഇന്നലെ ആണെങ്കിൽ വ്യോമാക്രമണം പുലർച്ചെ നടത്തി 30 പേരെ കൊന്നിട്ടൊക്കെ ഉണ്ട്, സാധാരണ മനുഷ്യരൊക്കെ. പാകിസ്ഥാൻ്റെ അകത്ത് തന്നെ വ്യോമാക്രമണം നടത്തി ഇന്നലെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നത് എന്താണ്? ചൈന പാകിസ്ഥാൻ ഇടനാഴിയില്ല, സാമ്പത്തിക ഇടനാഴി അഫ്ഗാനിസ്ഥാനിലേക്ക് നീട്ടുന്നു എന്ന് നമ്മൾ വായിച്ചിരുന്നു. അതെ അതെ. അതിൻ്റെ അർത്ഥം എന്താണ്? ചൈനയ്ക്ക് കൂടുതൽ സ്വാധീനം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാവുന്നു എന്നാണ്. ചൈനയുടെ ഒരു ഉപഗ്രഹ രാജ്യമായിട്ട് അഫ്ഗാനിസ്ഥാൻ മാറുന്നതിൽ ട്രംപിന് വിഷമം ഉണ്ടാവും. അമേരിക്കയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും എവിടേക്ക് വരുന്നു എന്ന് പറയുന്നത്. പക്ഷെ താലിബാന്റെ നിയന്ത്രണത്തിലല്ലേ ഇപ്പൊ ഈ വ്യോമത്താവളം, അതുകൊണ്ട് അവർ പറയുന്ന കാര്യത്തിലേ കാര്യങ്ങൾ നിൽക്കുള്ളൂ. അതെ, അവർ തള്ളിക്കഴിഞ്ഞല്ലോ. അമേരിക്കയുടെ സാന്നിധ്യം എന്നുള്ളത് അവർ തള്ളി. എന്ന് പറഞ്ഞാൽ ചൈന ഒരു കാരണവശാലും അവിടുത്തെ അമേരിക്കൻ സാന്നിധ്യം സമ്മതിക്കില്ല. അയലത്തുള്ള ചൈനയാണല്ലോ കൂടുതൽ അഫ്ഗാനിസ്ഥാന് ആവശ്യമായി വരിക, വായ്പയ്ക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ. മറ്റവര് ഒരിക്കൽ വിട്ടു പോയതാണല്ലോ. ഇത് തെറ്റാണെന്ന് തോന്നി ഞങ്ങൾക്ക് ഇനി ഇത് തിരിച്ചു തരണം, തിരിച്ചു കൊടുത്തു കഴിഞ്ഞാണല്ലോ. ഇപ്പോ
പണ്ട് ഈ BR കൃഷ്ണയ്യർ അദ്ദേഹത്തിൻ്റെ വീട് MG റോഡിലുള്ളത്, ഇത് മറ്റേ നമ്മുടെ രാമകൃഷ്ണ മിഷൻ്റെ കൂടെയുള്ള ശാരദ പീഠം ഉണ്ടല്ലോ, അവർക്ക് കൈമാറുന്നു എന്ന് പറഞ്ഞിരുന്നു. കൈമാറി രേഖകളും ഒക്കെ കൊടുത്തു, ഒപ്പിട്ടൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് തിരിച്ചു മേടിച്ചു. ആ, ദാനം ചെയ്തു കഴിഞ്ഞതേ ശാരദാ മഠത്തിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിക്കുന്ന ഇങ്ങനൊരു സംഭവം ഉണ്ടായി. എഴുതി കൊടുത്ത ശേഷം സൗകര്യമില്ല എന്ന് അവർക്കും പറയാമായിരുന്നു. എന്ന് പറഞ്ഞ പോലെ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ തിരിച്ച് വേണം എന്ന് പറയുന്നതിൻ്റെ അകത്തൊരു ശരികേടുണ്ട്, പന്തുകേടുമുണ്ട്. അപ്പം അതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം അഫ്ഗാനിസ്ഥാൻ്റെ ഒരു നിലപാട്, അമേരിക്കൻ വിരുദ്ധ നിലപാട് ഇതുകൊണ്ട് നമുക്ക് വ്യക്തമായി. അപ്പം അതുകൊണ്ട് ഈ പാകിസ്ഥാനെ വെച്ചിട്ട് അഫ്ഗാനിസ്ഥാനെ പരിധിയിലാക്കാം എന്ന് ട്രംപിനൊരു ചിന്തയുണ്ടെങ്കിൽ ആ വെള്ളം വാങ്ങിച്ചു വെച്ചാൽ മതി എന്നാണ് അഫ്ഗാനിസ്ഥാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ചൈനയെ വരട്ടാനായിട്ട് അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും വരാം എന്നുള്ള ട്രംപിൻ്റെ ആഗ്രഹം നടപ്പില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.